ഇതാ ഇപ്പോ ഈ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സോളാർ തട്ടിപ്പ്, പിന്നെ അതുപോലെ ഒരു വൻ തട്ടിപ്പായിട്ട് ഈ പാതി വില തട്ടിപ്പ് ആയിത്തീരുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പൊതുവിൽ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുന്ന നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന പത്രവാർത്ത മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിലും കാണുന്നത് അങ്ങനെയാണ്. കാര്യം നിങ്ങൾ കട്ടിട്ടുണ്ട്, ഞാനും കട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈക്വലായി നമുക്ക് ഉണ്ടാതിരിക്കാം. അതെ, എന്ത് പറയുന്നു? അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഈ കേസിൽ ED കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. ED കേസ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ പൊതുവിൽ പറയുന്നത് പോലെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കാമായിരുന്നു. ഇതിപ്പോൾ ED കേസ് എടുക്കുമ്പോൾ ഇത് ഏത് രീതിയിൽ ചെന്ന് അവസാനിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും BJP-ക്കാര് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം EDയുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിലേ അവർ അന്വേഷണം കൊണ്ടുപോകുള്ളൂ. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാർ അധികം ഇടപെടലില്ല. ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കേന്ദ്രം ഇടപെടലില്ല. അവർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു തെളിവുകളും പാഴായി പോയിട്ടുമില്ല. പക്ഷെ ഈ ഒരു കേസ് വരുമ്പോൾ ചേട്ടന് അറിയാം, KS ആനന്ദകുമാർ, സായിഗ്രാം ഇതിന്റെ KS ആനന്ദകുമാർ, മാത്രമല്ല AN രാധാകൃഷ്ണൻ, അങ്ങനെയുള്ള വമ്പൻ മീനുകളൊക്കെ CPM-ന്റെ ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ മന്ത്രി ശിവൻകുട്ടിയെ വരെ വിളിച്ചിട്ടാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ നമ്മളൊന്ന് പറഞ്ഞിരുന്നു. AN രാധാകൃഷ്ണനോട് നമ്മുടെ ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് നമ്മുടെ സാറ് TP നന്ദകുമാർ സാറ് വിളിച്ച് വിവരം അറിയാൻ വേണ്ടി വിളിച്ചിരുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല. പക്ഷെ ആ ഫോൺ എടുക്കാതിരുന്ന അദ്ദേഹം നമ്മളാണ് ആക്ച്വലി ഈ വിവാദം ഇത്ര ചർച്ചയാക്കിയത്. നമ്മുടെ ക്രൈം സ്റ്റോറിയിൽ നമ്മൾ രണ്ടുപേരും നടത്തിയ ചർച്ചയിൽ നിന്നാണ് ബാക്കി എല്ലാവരും തന്നെ, എല്ലാ ചാനലുകളും തന്നെ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കേസിൽ അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഈ സംഭവം വന്നപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം എടുത്തില്ല, ഫോൺ അറ്റൻഡ് ചെയ്തില്ല. സാധാരണ സാറിനെ തിരിച്ചു വിളിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഏറ്റെടുത്തില്ല. പക്ഷേ ഈ സംഭവം വളരെ ചർച്ചയാക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നേതാവ് ഈ KS ആനന്ദകുമാറുമായി ചേർന്ന് അവിടെ പോയിട്ട് അദ്ദേഹവുമായി ചേർന്ന് ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹവുമായി ധാരണ നടത്തിയതിന്റെ വാർത്തകളും ഒക്കെ അതിനുശേഷം നമ്മൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോ AN രാധാകൃഷ്ണൻ എന്നുള്ള ഒരു പേര് പറയാമെങ്കിലും കൂട്ടത്തിൽ ഇവിടെ ഒരു ചേട്ടാനിയം ബന്ധം ഉണ്ടല്ലോ. അതായത് പിണറായി സർക്കാരും BJPയും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടല്ലോ. അന്തർധാര ആ വാക്ക് കിട്ടിയില്ല ചേട്ടാ, അതാണ്. അപ്പോ ആ അന്തർധാര ഉള്ളത് കൊണ്ട് ED കേസ് ഏറ്റെടുത്തെങ്കിലും ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പല കേസുകളും നമുക്കറിയാം, ഈ ലാവ്ലിൻ കേസ് അടക്കം ഇവിടെ വച്ച് അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മുടെ സാറ് എല്ലാ തെളിവുകളും കൊടുത്തിട്ട് പോലും ഇവിടെ നിന്നുള്ള, അതായത് ഇവിടത്തെ പിമ്പുകളിൽ നിന്ന് പിൻവലിക്കുന്നത് കൊണ്ടാണ്, അതായത് ചരട് വലിക്കുന്നത് കൊണ്ടാണ് ആ കേസ് 68ഓളം തവണ മാറ്റിവെക്കപ്പെട്ടില്ല. 36-37 തവണ സുപ്രീം കോടതിയാണ് പറഞ്ഞോട്ടെ. അപ്പോൾ അത്രയും തവണ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ CPM-ന് BJP നേതാക്കളെയും BJP-ക്ക് CPM നേതാക്കളെയും മാത്രമായിട്ട് മാറ്റി നിർത്തി ഒരു കുറ്റം പറച്ചിലിനുള്ള സാധ്യത അവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു അന്തർധാര സജീവമാകാനുള്ള ഒരു സംഭവം ഇവിടെ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ രണ്ടു കൂട്ടരുടെയും പേരുകൾ ഇതിൽ ഉള്ളത് കൊണ്ട്, അതായത് CPM നേതാക്കളുമുണ്ട്, ലാലി വിൻസെന്റ് ഉണ്ട്, അങ്ങനെയുള്ളത് കൊണ്ട് ആരും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. ആരെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു നേതാവ് ഈ പാതിവില കേസിൽ കൃത്യമായിട്ട് അങ്ങനെയല്ല, ഈ അന്വേഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും പാർട്ടി സെക്രട്ടറിമാരോ ഏതെങ്കിലും നേതാക്കളോ വന്നതായിട്ട് നമ്മൾ ഇതുവരെ, എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അപ്പോൾ അത് പറയാത്തതിന്റെ ഒരു കാര്യം, ഒരു ഒത്തുതീർപ്പ് ചർച്ച ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല പ്രീത, എനിക്കിതിൽ തോന്നിയെന്നറിയാമോ, ഈ സംഭവങ്ങൾ ഇത്രയും
ഇത്രയും കത്തിക്കേറുമ്പോഴും നിയമസഭയിൽ ആരും ഒരു സബ്മിഷനിലൂടെയൊന്നും ഇത് സംസാരിച്ചില്ല. അതെ, അതാ ഞാൻ നിയമസഭയില് സാധാരണഗതിയിൽ ഈ ഭരണപക്ഷത്തിന് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മാത്യു കുഴൽനാടൻ ഉടൻ തന്നെ പിന്നെ ചാടി വീണ് പറയുന്നതാണ്. പക്ഷെ മാത്യു കുഴൽനാടനെയും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ ഇതിൽ പ്രതിയാക്കാൻ നോക്കി. എന്നിട്ട് മാത്യു കുഴൽനാടൻ പിന്നെ അതിനെ വെല്ലുവിളിച്ചു. താൻ അത് പിന്നെ ഈ പറയുന്ന പോലെ പങ്കെടുത്തു എന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ അരുണിനെ വരെ പത്രസമ്മേളനം നടത്തി. അന്ന് നിയമസഭയ്ക്കകത്ത് ഇദ്ദേഹത്തിനെ എന്തോ ചെറുതായിട്ടൊന്ന് പറയാതെ പറഞ്ഞു പോവുക എന്തോ മാത്യു കുഴൽനാടൻ. കാര്യം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന സഭയിൽ ഇപ്പൊ ഭരണപക്ഷത്തിന് ഒരു തലവേദനയാണ്. അപ്പൊ അങ്ങനെ പറയാതെ പറഞ്ഞു പോയിട്ട് അരുണെ എന്ന് പേരെടുത്ത് പറഞ്ഞ് മൊട്ട അരുണിനെ പേരെടുത്ത് പറഞ്ഞ് മാത്യു കുഴൽനാടൻ കേസ് കൊടുക്കുന്നു പറഞ്ഞു. നാളെ ഉടൻ തന്നെ കേസ് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് എനിക്ക് തോന്നിയ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാനും കട്ടു നിങ്ങളും കട്ടു, അളിയനും അളിയനും കട്ട സ്ഥിതിക്ക് ഇതിപ്പോ നമുക്ക് കോംപ്രമൈസ് ആക്കാനേ പറ്റുള്ളൂ. കാര്യം മന്ത്രിതലത്തിൽ വരെ, അതായത് ഈ പറയുന്ന സായി ഗ്രാമത്തിന്റെ അയാൾ പേരുന്ന ആനന്ദകുമാർ എന്ന ആനന്ദകുമാർ എന്ന സായി ഗ്രാമത്തിന്റെ വെള്ള വസ്ത്രധാരി ആയിട്ടുള്ള വയസ്സായ ആ മനുഷ്യൻ, അദ്ദേഹത്തിന് വളരെ ബന്ധങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പ്രസ് ക്ലബില് ഇപ്പോ ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് പറയപ്പെടുന്ന പത്രപ്രവർത്തകർ. അതായത് ഈ വിഷയം വന്ന സമയത്ത് ഏഷ്യാനെറ്റ് പോലെ ഒരു മുഖ്യധാര മാധ്യമത്തില് ഇത് ന്യൂസില് പിന്നെ ന്യൂസ് അവറില് ഡിബേറ്റില് വിനു ജോൺ സംസാരിക്കുമ്പോൾ റോയി എന്ന് ഞങ്ങളൊക്കെ അച്ചായൻ എന്ന് വിളിക്കുന്ന ഒരു പത്രപ്രവർത്തനുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്. ഇത്രയധികം ഇത് എന്റെ വാക്കല്ല, കാര്യം ഞാനത് പറയാൻ പ്രാപ്തനല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ വാക്കായി പറയാത്തത്. അതായത് റോയി അച്ചായൻ പറഞ്ഞ ഒറ്റ വാക്ക് ഇതാണ്: വളരെ ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ തന്നെ ഈ പ്രസ് ക്ലബിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നാം ഇപ്പോൾ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരേ ഒരു ചാനൽ, ഏഷ്യാനെറ്റ് പോലെ ഒരേ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ ആ വിഷ്വൽ കട്ടിങ് വരെ കാണിച്ചത്. പ്രസ് ക്ലബിലെ പിന്നെ അവരുടെ പിന്നെ ഇത്തരം മീറ്റിങ്ങുകൾ നടക്കുന്ന ആ ഹാളിൽ ഇങ്ങനെ ഇവരെല്ലാം നിറഞ്ഞിരിക്കുന്നു. നമ്മളൊക്കെ തന്നെ ഈ പറയുന്ന തിരുവനന്തപുരത്തുള്ള നിരവധി പേർ അറിയുന്ന അപേക്ഷകൾ, അതെ, പത്രപ്രവർത്തകർ അപേക്ഷകൾ കൊടുത്തു. പോലീസ് അസോസിയേഷൻ ഈ പറയുന്ന പോലെ അവരുടെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ നമ്മുടെ ഒരു സംസാരത്തിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതായത് ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാര് ഒരു മന്ത്രിയെ ഇനാഗുറേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ ഇവിടെ ഇന്റലിജൻസും മറ്റു വിഭാഗവും ഒക്കെയുണ്ട്, ഇവൻ ആര് എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരും മുതിർന്നില്ല. അപ്പോ അതാണ് നമ്മുടെ പോലീസ് സംവിധാനം. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഇത് ഈ പണം തിരികെ കിട്ടാൻ കടമ്പകളേറെ ഈ പാവം മനുഷ്യർക്ക് കിടക്കേണ്ടി വരും. അതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ ആ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് CSR ഫണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചാടി വീണു. ഈ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ പോലും ഗൂഗിളിൽ പോലും CSR ഫണ്ട് എന്തിനെല്ലാം വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് പോലും നോക്കിയില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കോമൺ ആയ ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ പ്രീത ഒരു പ്രിന്റിലൊക്കെ പത്രപ്രവർത്തകയായിരുന്ന ആളാണ്. നമ്മളൊരു പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പ്രസ്തുത റിപ്പോർട്ട് എടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ CSR ഫണ്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളത് സെർച്ച് ചെയ്യും, നമ്മളിതിൽ പല ചോദ്യങ്ങളും ചോദിക്കും. കാര്യം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ജനത്തിന് അറിയേണ്ട കാര്യങ്ങളാണ്, വെറും ഒരു മാപ്രയല്ല. ഈ പറയുന്ന മാപ്ര എന്ന് കളിയാക്കുമ്പോഴും ഈ മാപ്രകൾ തന്നെയാണ് ഫോർത്ത് എസ്റ്റേറ്റ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണായി നിന്നുകൊണ്ട് ജനത്തിന് അറിയേണ്ട കാര്യങ്ങൾ ജനത്തിന് അറിയേണ്ടത് നമ്മൾ അറിയിക്കുക ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ചോദിക്കേണ്ടതല്ലേ, നമ്മൾ ചോദിക്കണം. ഒരാൾ പോലും ചോദിച്ചില്ല എന്ന് കൂടി അദ്ദേഹം അതിൽ വ്യക്തമായി തന്നെ ആ ചർച്ചയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും എന്താ പറയാ, എല്ലാവർക്കും പങ്കുണ്ട്, എല്ലാവരും ഇതിൽ കൈയിട്ട് വാരി, എല്ലാവരും ഇതിൽ പെട്ടു. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് ചേട്ടൻ അറിയാമല്ലോ, ഈ അനന്തു കൃഷ്ണനെ മാത്രം പ്രതിയാക്കി ഈ തട്ടിപ്പ് കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് പൊളിച്ചു കൊടുത്തത് ക്രൈം തന്നെയാണ്. അത് പറയുന്നത് സന്തോഷത്തോടെ അഭിമാനത്തോടെ തന്നെയാണ്. ഇത് പറയുമ്പോഴേ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. AN രാധാകൃഷ്ണനെ കുറിച്ച് നമ്മൾ ആ വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയേണ്ടി വരും. ഇവിടെ BJP അല്ലെങ്കിൽ RSSനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ട്. അവരാരും തന്നെ ഈ കാര്യത്തിൽ AN രാധാകൃഷ്ണന്റെ പേരോ AN രാധാകൃഷ്ണനെ കുറിച്ചോ BJP നേതാവായി ഇദ്ദേഹത്തിനുണ്ടായ പങ്കിനെ കുറിച്ചോ ആരും തന്നെ ഒരു സോഷ്യൽ മീഡിയയും, പ്രത്യേകിച്ച് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു വളരെ വലിയൊരു സോഷ്യൽ മീഡിയ ഉണ്ട്, അവർ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടേയില്ല.
ഒരു വക ഈ ദേശത്തൂടെ പോയിട്ടില്ല. അതെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് പാർട്ടി എന്നുള്ളത് പ്രശ്നമല്ല. ഒരു സംഭവം ഉണ്ടായിട്ടല്ലോ, ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുന്നും പിന്നും നോക്കി കാര്യങ്ങൾ പറയാനുള്ള അവസരം കൂടെ തരും. അതായത് നമ്മൾ തുടങ്ങിയത്, നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് നമ്മൾ തുടങ്ങിയത് സോളാർ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു കഥ ഇതിനകത്ത് പറയേണ്ടി വരും. സോളാറില് ഇന്ന് രാജ്യസഭയിൽ MP ആയിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിക്ക് പങ്കാളിത്തമുണ്ട്. ആ വ്യക്തിയുടെ പേര് പറയുന്നത് നമുക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട നടനും ഒരു വളരെ വലിയൊരു നടനും കൈരളി ചാനലിന്റെ ജീവാത്മാവും പരമാത്മാവും ഇന്ന് രാജ്യസഭയിൽ നിർമ്മല സീതാരാമനെ തുടങ്ങി പലരെയും എതിർത്തുകൊണ്ടിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന ഗർജിക്കുന്ന സിംഹം ഈ പറയുന്ന സോളാർ സരിതയെ നിരന്തരം ഫോണിൽ വിളിച്ച് സൊള്ളിയതായിട്ടുള്ള വാർത്തകൾ, പിന്നെ എന്താ പറയാ, അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതായത് ഈ പ്രഗത്ഭരെല്ലാം ഉൾപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ കേസ് പുറത്തു വരാൻ സാധ്യത കുറവെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന മഹാൻ ഒരു വേള കൈരളിയിൽ നിന്ന് മാറി ഈ വാർത്ത, അതായത് ചില പോലീസ് ഓഫീസർമാർ, ഞാൻ പറയുന്ന സോളാറിനെ കുറിച്ചാണ്, പോലീസ് ഓഫീസർമാർ തട്ടിപ്പിനിരയായപ്പോൾ ഈ വാർത്ത പുറത്തു വരേണ്ടത് അവരുടെയും കൂടെ ആവശ്യമായി. ഏത് സോളാറിന്റെ. അപ്പോൾ ഈ വാർത്ത ആദ്യം എത്തുന്നത് കൈരളിയിലാണ്. അതായത് കൈരളി പീപ്പിളിലാണ് ഈ വാർത്ത എത്തുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ പറയുന്ന സിംഹം എന്ന് ഞാൻ പറയുന്നില്ല, കൈരളിയിലെ സിംഹം വീട്ടില് ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് പാവം പിടിച്ച പിന്നെ അടിമകളായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് ഈ വാർത്ത കിട്ടുമ്പോൾ, അടിമകളാണ് മുളമൂട്ടിലെ അടിമകൾ എന്ത് ചെയ്തു, ഇത് ഇവിടുന്ന് നേരെ അങ്ങ് ഇന്ത്യ വിഷനിലേക്ക്, അന്ന് ഇന്ത്യ വിഷൻ ഉള്ള സമയമാണ്, ഇന്ത്യ വിഷനിലേക്ക് സാധനം കൊടുത്തു. അപ്പോൾ ഈ പറയുന്ന സിംഹം വീട്ടിൽ ഇരുന്ന് മാമുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ്, അയ്യോ ദൈവമേ, ഞാൻ ഫോണിൽ സൊള്ളിയ കഥാപാത്രമാണല്ലോ ഇത് ആരാ ഈ വാർത്ത കൊടുത്തത്, വിളിക്കാൻ നിവൃത്തിയില്ല, കാര്യം പെട്ടുപോയി. അപ്പോൾ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ നിരവധി പെട്ടുപോയ ആൾക്കാരുടെ ലിസ്റ്റ് സരിതയുടെ ഫോണിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അനന്തുകൃഷ്ണന്റെ കയ്യിൽ ഈ പറയുന്ന പലരുടെയും, നമ്മളിപ്പോ ആ നേതാവിന്റെ പേരെന്താ, എന്റെ ലീഗൽ അഡ്വക്കേറ്റ് ആയിട്ട് ലാലി വിൻസെന്റ് പറയുന്നത്, എന്റെ അറിവിൽ ലാലി വിൻസെന്റ് കുറച്ചെങ്കിലും ഒരു സത്യസന്ധതയുള്ള ഒരു കോൺഗ്രസ്സുകാരിയാണ്. അവർ ഇതിനകത്ത് പെടുത്തിയതാണ്. അതായത് ക്ലീൻ ഇമേജ് ഉള്ള കുറെ ആൾക്കാരെ അനന്തകൃഷ്ണൻ വളരെ ഭംഗിയായി ട്രാപ്പിൽപ്പെടുത്തി. അതുകൊണ്ട് ഈ പറയുന്ന പണം തിരികെ കിട്ടില്ല. അനന്തകൃഷ്ണൻ എന്ന ആ പേര്, ആ ശരീരത്തെ, അവനെ പേടിക്കുന്ന നിരവധി നേതാക്കൾ ഇന്നുണ്ട്. അവന്റെ നാവിൻ തുമ്പത്ത് ഇവരുടെ ഭാവി ഇരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതേണ്ടത്.